ഇതാ ഫ്ലഡ് കഴിഞ്ഞതിൻ്റെ പുതിയ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ച ആ കോർണറിലെ വീഡിയോ ഉണ്ടോ, അത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളമെല്ലാം വറ്റിച്ച് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നല്ല സെറ്റാക്കി കേട്ടോ. ഇവിടുത്തെ എല്ലാ റോഡും ഓപ്പൺ ചെയ്തു, കടകളെല്ലാം ഓപ്പൺ ചെയ്തു. അങ്ങനെ എല്ലാം ബാക്ക് ടു നോർമൽ ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഹെലികോപ്റ്ററൊക്കെ റിലീഫ് വർക്ക് ഇപ്പോഴും നടത്തുന്നുണ്ട്. നമ്മുടെ ടൗണെല്ലാം ഓക്കെ ആയി. പക്ഷേ ഇവിടെ അടുത്തുള്ള കുറേ ടൗണുകളിൽ വെള്ളം കയറിയായിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ റിലീഫ് വർക്ക് നടക്കുന്നു. പക്ഷെ നമുക്കിവിടെ എല്ലാം ബാക്ക് ടു നോർമൽ എന്ന് പറഞ്ഞ പോലെ ആയി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫ്ലഡിൻ്റെ വീഡിയോസ് ഇട്ടതിൽ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കമൻസും മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ ആൾക്കാരിവിടെ നിൽക്കുമ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്താനും പുച്ഛിക്കാനും കളിയാക്കാനൊക്കെ ഇങ്ങനെ മനുഷ്യർക്ക് തോന്നുന്നു എന്ന് ഓർത്തിട്ട് എനിക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാമെന്ന് ഓർത്താണ് ഞാനിത് പറയുന്നത്. ഈ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും കൊടുങ്കാറ്റായിട്ടോ പേമാരിയായിട്ടോ വെള്ളപ്പൊക്കമായിട്ടോ കാട്ടുതീയായിട്ടോ ഉരുളുപൊട്ടലായിട്ടോ ഒക്കെ പല രീതിയിലും ഭാവത്തിലും രൂപത്തിലും ആണെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു പ്രശ്നമുണ്ട്. ഇന്നിപ്പം ഇവിടെയാണ് സംഭവിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം വേറൊരു സ്ഥലത്ത് വേറൊരു രാജ്യത്തും ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വേണേലും ആർക്ക് വേണേലും ഇതൊക്കെ സംഭവിക്കാം എന്നുള്ളത് എല്ലാവരും ഓർക്കുക. 500 വർഷത്തിന് ശേഷം ഓസ്ട്രേലിയയിൽ ഉണ്ടായ ഒരു വലിയൊരു ദുരന്തമാണിത്. ചില ആൾക്കാരുടെ പറച്ചിൽ കേട്ടതൊന്നും ഞങ്ങൾ ന്യൂ സൗത്ത് വെയിൽസിലേക്ക് വന്നുകൊണ്ടാണ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായതെന്ന്. അവരോടൊക്കെ എന്ത് പറയാനാന്ന് പറ.